ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം പണ്ടത്തെ കൂട്ടല്ല, ഒത്തിരി വ്യൂസൊക്കെ പുറകോട്ട് പോകുന്നതുകൊണ്ട് ഭയങ്കര മടുപ്പാണ് കേട്ടോ. എന്നാലും വെച്ച കാലം മുന്നോട്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 3 വർഷം കഴിഞ്ഞു. എൻ്റെ കൂടെ തുടങ്ങിയവരുടെ എല്ലാം ചാനൽ നല്ല രീതിയിൽ ഗ്രോത്തായി, നല്ല ലെവലിൽ വന്നപ്പോഴും ഇപ്പോഴും ഒരു വളർച്ചയില്ലാതിരിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പം ഗൈസ്, 4 മണിയുടെ ചായ കുടിച്ചോട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന പപ്പട പോളി എന്നാ മോനെ പോളി ഞങ്ങളുടെ നാട്ടിലൊക്കെ ബോളി എന്നാണ് പറയുന്നത് കേട്ടോ. ബോളിയാണോ അറിയത്തില്ല. മോനെ അതിൻ്റെ സൗണ്ട് ഒന്ന് കുറച്ച് മോനെ തട്ടിക്കളല്ലേ, ചായ തട്ടിക്കളല്ലേ. പോളിയാണോ അറിയില്ല. ഒരാൾ ഇരിക്കുന്ന കാണിച്ചത്. പഠിക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് നേരെ മൊബൈൽ എടുത്തുകൊണ്ട് അവിടെ മൊബൈലിലാണ് ആൾ കേട്ടോ. എന്തുവാടേ കഴിക്കുന്നത്? എന്തോ കഴിക്കുന്നത്? ഇത് കുഞ്ഞു ലിജോ ചേട്ടാ, എൻ്റെ മോളാ. അറിയാമായിരിക്കുമല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ. എനിക്ക് ഏതാണ്ട് ഇത്രയും ചായ വേണം കേട്ടോ ഒരു ദിവസം. ഒരു നേരം രാവിലെയും വൈകിട്ട് ഞാൻ ഇത്രയും ചായ കുടിക്കണം, വലിയ ഗ്ലാസ്. ഇത് കണ്ട അത് പപ്പാറയാടി. എടാ അപ്പാറയും കൂടെ എടുത്ത് കഴിക്കുക നീ. നിൻ്റെ അപ്പുറത്ത് എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് നീ എൻ്റെ അടുത്ത് കഴിക്കുക. എന്നാ കഴിച്ചോ? വണ്ടിയുടെ ഈ ഭാഗം വളഞ്ഞിരിക്കുന്നു. ഇവിടെ വെച്ച് അകത്തോട്ട് ബെൻഡായിരിക്കും കേട്ടോ. അതേ കണ്ടോ, ഞാൻ ഈയിടെയാണ് ശ്രദ്ധിച്ചത്. ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ കാലിൻ്റെ മുട്ട് വന്ന് ഈ ക്രാഷ് ഗാർഡിൽ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്തോ സംഭവം. അതാണ് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ബാറ് അകത്തോട്ട് ബെൻഡായി. ഇത് ഉരുണ്ട് വീഴുകയോ മറ്റോ ചെയ്ത് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്നല്ല വീണേക്കുന്നത്. ഒരു വട്ടം കുഞ്ഞൊന്ന് ഉരുട്ടിയിട്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് അവിടെ മേത്ത് വീണില്ല, വണ്ടി താഴെ വീണ് ക്രാഷ് ഗാർഡിലെ തട്ടി. എനിക്കൊന്ന് അന്നേരം ബെൻഡായതായിരിക്കും. ഇത്രയും ഭാഗം മാത്രം ഞാൻ ഇതിപ്പോൾ ഈ ഭാഗം മാറിക്കഴിഞ്ഞുണ്ടല്ലോ ഇത് നേരെയാവും, ലെവലാവും. ഇത് മാത്രം മാറാൻ വേണ്ടി ഞാൻ എൻ്റെ ഈ ഒരു പാർട്സിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 1000 രൂപ. ഇതിനകത്ത് വരുന്ന ആ ഒരു കമ്പിയുടെ ഭാഗത്തിന് 1000 രൂപ. ഇപ്പം വണ്ടിയിൽ ഇരിക്കുമ്പോഴുണ്ടല്ലോ ഇത് കണ്ടോ, കാല് മുട്ട് വന്ന് ഇവിടെ തട്ടുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓടിക്കുമ്പോൾ. മുട്ടിങ്ങനെ തട്ടി വയ്ക്കുക കേട്ടോ, ഇങ്ങനെ തട്ടി നിൽക്കുക. അത് മാറണമല്ലോ ഗൈസ്. വേറെ ഒരു കാര്യം കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ മേളിൽ വന്നു കേട്ടോ. ഇത് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം നമ്മുടെ ഇതിനകത്ത് ഒരു വളം ഇട്ട് കൊടുത്തിട്ട് ഈ ചെടി ഉണങ്ങിപ്പോയി കേട്ടോ, കരിഞ്ഞു പോയി. ഇല ഇപ്പോൾ തളിർത്ത് വരുന്നുണ്ട് കേട്ടോ, ഇല തളിർത്ത് കയറി വരുന്നുണ്ട്. ഞാൻ ഇത് വെയിലത്ത് കൊണ്ട് വെച്ചപ്പോൾ നല്ല രീതിയിൽ തളിർത്ത് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്ലവർ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ അടിപൊളിയായിട്ട് തളിർത്ത് കയറി വരുന്നുണ്ട്. നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫിഷിംഗ് വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ക്യാമറ കംപ്ലൈൻ്റ് ആയി പോയതിന് ശേഷം പിന്നെ ആ ഒരു നല്ല രീതിയിലുള്ളൊരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മീൻ കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയൊരു വാസ്തവമാണ് കേട്ടോ. പിന്നെ അതിനു വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെ കുറേ നാളുകൾ വീഡിയോസ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പേജിന് എന്തെങ്കിലും ഒരു റീച്ച് അല്ലെങ്കിൽ ഒരു വ്യൂസൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്ക് ചെയ്യാനൊരു വീണ്ടും ഒരു ഇത് വരുന്നത്. പക്ഷേ വീഡിയോസൊന്നും കിട്ടുന്നില്ല. നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് ഒരു വ്യൂവോ അല്ലെങ്കിൽ റീച്ചോ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂട്ടൊരു ഗ്രോത്ത് കിട്ടുന്നില്ല. നേരെ വിപരീതം പുറകോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൂടെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് മടിച്ച്. അതാണ് വീഡിയോസൊന്നും ചെയ്യാത്തത്. മെയിൻ അതാണ് കാര്യം. അപ്പം നല്ല വീഡിയോ ചെയ്യണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നില്ല. ആഗ്രഹം ഉണ്ടായിട്ട് പറ്റാത്തൊരു അവസ്ഥയാണ് എൻ്റേത്. അപ്പം ഒരു ക്യാമറ എങ്ങനെയും സെറ്റാക്കണം. ക്യാമറ സെറ്റാക്കിയതിന് ശേഷം ഇനി നല്ല ക്വാളിറ്റി വീഡിയോസ് നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ.
അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ ഒട്ടും പറ്റും. ഇപ്പോൾ കാണാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം.